ഒരു 30% ഓഫ് ഹെൽത്ത് ബോഡിയെ നമ്മളുടെ ക്യാൻസർ സെൽസ് ബാധിച്ചാൽ ബാക്കിയുള്ള 70%നെ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഹെൽത്തി ആക്കി മാറ്റുക എന്നുള്ളതാണെന്ന്. ശരീരത്തിന് തന്നെ മെഷീനറി ഉണ്ട്, ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ തന്നെ ധാരാളം തെറാപ്പീസ് വരുന്നു, കാർട്ടി സെൽ തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി എന്നൊക്കെ പറയുന്നതെല്ലാം ശരീരത്തിൻ്റെ ശേഷി കൂട്ടുന്ന ചില സാധനങ്ങളാണ്. ന്യൂട്രീഷൻ മരുന്ന് പോലെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറയുമ്പോൾ ന്യൂട്രീഷൻ വളരെ സിമ്പിളൊരു സാധനമാണ്, പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലരും വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, വീക്ക്ലി കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഡെഫിഷ്യൻസി ഇല്ലാത്തൊരാൾക്ക് അങ്ങനെ വെറുതെ വാങ്ങി കഴിക്കാവുന്ന ഒരു സാധനമാണ്. അല്ല, ഒരിക്കലും അല്ല. കാരണം വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിനാണ്. അത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ അത് കഴിക്കരുത്. കാരണം അതുകൊണ്ട് ദൂഷ്യഫലങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നു. ഡിപ്ലോമ ഇൻ ന്യൂട്രിജീനോമിക്സ്, ഡിപ്ലോമ ഇൻ കളിനറി മെഡിസിൻ, അതായത് ഡോക്ടർമാരെ എങ്ങനെ അടുക്കളയിൽ കയറി നല്ല ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുന്നു. അത് ഇവിടെ മാത്രമല്ല, വെളിയിലൊക്കെ അമേരിക്കയിലൊക്കെ ഭയങ്കര പോപ്പുലറാണ് ഡോക്ടർമാരുടെ. ഞാൻ ഡിസംബറിൽ എൻ്റെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനത് രോഗിയാണെന്നുള്ളൊരു ഫീൽഡ് ഇവിടെ ഞാൻ വന്നിട്ടില്ല. നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ ഡോക്ടർ ഇതുപോലെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. ഡോക്ടർ ശ്രീകുമാർ, വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ MBBS അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രികളെല്ലാം അലോപ്പതി ഒരു ഇതിലെടുത്ത ആൾ, അതിനുശേഷം ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് ശാഖയിലേക്ക് വരുന്നു. എന്താണ് ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. പലരും ഇത് പ്രകൃതി ജീവനത്തോട് ഉപമിക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണം കൊണ്ട് ക്ലിയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പ്രകൃതി ചികിത്സയാണോ, അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ്റെ ഒരു വ്യത്യസ്തത എന്താണ്, ആക്ച്വലി എന്താണ് ഇത് എന്നുള്ളത്? ഇന്നൊരു ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ് ഞാൻ പഠിച്ച്. MBBS കഴിഞ്ഞു, ENTയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷം ഈ ഒരു ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളതല്ല, നമുക്ക് മനുഷ്യർക്കുണ്ടാകുന്ന അസുഖത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോയപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ നമ്മൾ മോളിക്കുലാർ സയൻസിലേക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെയാണ് അതിൽ കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തുള്ള എഡ്യൂക്കേഷൻ ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തു. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ അവിടെ അതിന് പറഞ്ഞു കൊടുക്കുന്ന ഫങ്ഷണൽ മെഡിസിൻ അല്ല, ന്യൂട്രീഷണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ മെഡിസിൻ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഫങ്ഷൻ അത് ഇന്നത്തെ ഇതിലും മെച്ചപ്പെടുത്തുക, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫങ്ഷണൽ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി വേണ്ടുന്നത് ഒരിക്കലും മരുന്നല്ല. മരുന്ന് കഴിച്ചാൽ നമ്മുടെ പ്രവർത്തന ശേഷിയൊന്നും കൂടാൻ പോകുന്നില്ല. അതൊരു രോഗത്തിനെതിരായിട്ടുള്ളൊരു സാധനം മാത്രമേ. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയെ കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല ആഹാരമൊക്കെ വേണം. അപ്പോൾ അതിന് ശരീരത്തിന് ആഹാരം വേണമെന്ന് പറയുമ്പോൾ നമ്മളത് കഴിച്ചാൽ മതിയോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സയൻസിലേക്ക് പോകണം. ഞങ്ങളും മെഡിസിൻ പഠിക്കുമ്പം ഇതെല്ലാം ന്യൂട്രീഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂട്രീഷൻ്റെ സയൻസിനകത്തോട്ട് ഇറങ്ങുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് സെല്ലുലാർ ലെവലിലും മോളിക്കുലാർ ലെവലിലും അന്നേരമാണ് അത് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ എന്നൊക്കെ നമ്മൾ ഒരു ചെറിയൊരു പേരിലത് പറയുമ്പോൾ പോലും ശരിക്കും പറയുകയാണെങ്കിൽ അതിനകത്ത് ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു ഫങ്ഷണൽ ഇതല്ല. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തന ശേഷി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിന് വേണ്ടുന്ന ഒരു ശാഖയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അപ്ലൈഡ് സയൻസ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ പ്രയോജനത്തിന് കൊണ്ടുവരികയാണ്. അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ സയൻസ് എന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ബേസ് എന്ന് പറയുന്നത് കോശങ്ങളാണ്. ആ കോശം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്, കോശം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിനെ മനസ്സിലാക്കി ആ കോശത്തിൻ്റെ പ്രവർത്തന ശേഷി കുറവാണെങ്കിൽ അത് കൂട്ടാൻ നോക്കുന്ന കാര്യങ്ങൾ. അവിടെ അതിനകത്ത് പ്രത്യേകിച്ച് മരുന്നുകൾക്കല്ല സ്ഥാനം. അതിന് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ അത് കൂടുതലും നേച്ചറിൽ നിന്ന് കിട്ടും, ആഹാരത്തിൽ നിന്ന് കിട്ടും. അതിനകത്തു നിന്നുള്ള മോളിക്യൂൾസ്, ആ മോളിക്യൂൾസേ അകത്ത് കയറത്തുള്ളൂ, അല്ലാതെ ആഹാരം നേരിട്ട് പോയി കയറത്തില്ല. അപ്പോൾ ഇതിനൊത്തിരി പ്രോസസ്സിങ് ഉണ്ട് ബോഡിയിൽ. അപ്പോൾ ഈ പ്രോസസ്സിങ് ഒക്കെ ശരിക്കും മനസ്സിലാക്കി പഠിച്ച് ഇതെങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറുന്നു, ആ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തന ശേഷി ഇപ്പോഴത്തേതിലും നന്നാക്കുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷണൽ ലെവൽ ഇൻക്രീസ് ചെയ്യും. അന്നേരം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഹെൽത്ത് കിട്ടും. ആരോഗ്യം കൂടുമ്പോൾ അസുഖങ്ങൾ മാറി നിൽക്കും. അപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ, ഫങ്ഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഈ പേര് മാറ്റി പ്രിസിഷൻ ഹെൽത്തും പ്രിസിഷൻ മെഡിസിൻ ആക്കണമെന്ന് പറയും.
അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശരിക്കും അതൊന്നുകൂടെ യോജിച്ചാണ് പേര്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ്. നമ്മൾ വരുമ്പോൾ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഹാർട്ടിൻ്റെ നോക്കുന്നു മറ്റേ നോക്കുന്നു പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലെ ശരീരത്തിലെ കോശങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് മോർ പ്രിസിഷനാണ്. ആ പ്രിസിഷൻ ഹെൽത്തിലേക്ക് വന്നു. അതിനകത്ത് വരുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ശരീരത്തിലെ കോശങ്ങളുള്ളിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ, അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതാരാണ് ഇതിന് ഓർഡർ കൊടുക്കുന്ന ആൾക്കാർ, അതിനെ DNA എന്ന് പറയും. അപ്പോൾ ആ DNA എന്ന് പറയുന്ന ഒരു ജീൻ ഇന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നമ്മുടെ ശരീരം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ പ്രിസിഷൻ ഹെൽത്ത് എന്ന് പറയും. ഉറപ്പായിട്ടും ഡോക്ടർ. ഇപ്പോൾ ഒരു അസുഖം നമുക്ക് വന്നു, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് ഒരുപാട് പേര് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നവരുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ ഒരു അസുഖം വരുമ്പോൾ ഡോക്ടറുടെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു, ഒരു 30% ഓഫ് ബോഡിയെ നമ്മളുടെ ക്യാൻസർ സെൽസ് ബാധിച്ചാൽ ബാക്കിയുള്ള 70%-നെ അതിനെ പിടിച്ചു നിൽക്കാനുള്ള ഹെൽത്തി ആക്കി മാറ്റുക എന്നുള്ളതാണെന്ന്. അപ്പോൾ അപ്പോഴാണ് ഈ ബാക്കിയുള്ള 30%-ൽ ഒരു പക്ഷേ മിറാക്കിൾ വന്നിട്ട് മാറുക എന്നുള്ളത്. പക്ഷേ ഡോക്ടർ അങ്ങനെ പറയുമ്പോഴും ക്യാൻസർ മാറിയ ഒരുപാട് പേഷ്യൻസിൻ്റെ സാക്ഷ്യം നമ്മളിവിടെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മെഡിസിൻ ഇല്ലാതെ ഓൺലി ഫോർ സപ്ലിമെന്റ്സ് കൊണ്ടിട്ട് എങ്ങനെയാണ്? മെഡിസിൻ ഇല്ലാതെ കാരണം ഇപ്പോൾ ഒരു മരുന്നുകൾക്കും സർജറിക്കൊക്കെ അതിൻ്റേതായൊരു വശമുണ്ട്, അതിൻ്റേതായ ചില ആവശ്യങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരാൻ പറ്റില്ല. പിന്നെ പല ആൾക്കാർക്കും ഇതിൻ്റെ തിരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ അല്ല ട്രീറ്റ്മെൻറ്റിന് മുമ്പോ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ശരീരത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കൂട്ടും. ഇപ്പോൾ ഹെൽത്തിൻ്റെ അവസ്ഥ കൂടുമ്പം ഹെൽത്ത് നന്നായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അസുഖങ്ങൾ മാറി നിൽക്കും. അസുഖത്തിൻ്റെ ഇഫക്റ്റ് ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അസുഖമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആരോഗ്യം കൂടിക്കൂടി വരുമ്പം അസുഖം കംപ്ലീറ്റ് അങ്ങ് മാറും. അല്ലെങ്കിൽ അസുഖം അവിടെ ഉണ്ടെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ആവശ്യമില്ലാതെ നമ്മൾ രോഗത്തിനെ പോയി ഇറിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അതിനെ അറ്റാക്ക് ചെയ്യാനോ പോകുന്നില്ല. ശരീരത്തിന് തന്നെ മെഷീനറി ഉണ്ട്, ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ തന്നെ ധാരാളം തെറാപ്പീസ് വരുന്നു, കാർട്ടി സെൽ തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി എന്നൊക്കെ പറയുന്നതെല്ലാം ശരീരത്തിൻ്റെ ശേഷി കൂട്ടുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ മോഡേൺ മെഡിസിനിൽ കൂടെ കുറച്ചൊക്കെ അത് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇപ്പുറത്ത് നമ്മുടെ ശരീരത്തിന് വേറെ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല ന്യൂട്രിയൻസ് വേണ്ടുന്ന അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ന്യൂട്രീഷൻ മരുന്ന് പോലെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറയുമ്പോൾ ന്യൂട്രീഷൻ വളരെ സിമ്പിൾ ഒരു സാധനമാണ്. പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം ഇതിനു വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും അല്ലെങ്കിൽ എക്സ്പീരിയൻസൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതേതൊരു സ്പെഷ്യാലിറ്റി പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ആർക്കാ ന്യൂട്രീഷൻ കൊടുക്കാൻ അറിയാമേത്, അല്ല ഒരു ഡയറ്റീഷ്യൻ വിചാരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടർ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും പോരാ. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടുന്ന അളവിൽ വേണ്ടുന്ന സമയത്ത് കൊടുക്കുന്നതാണ് സയൻസ്. ആ സയൻസ് പഠിച്ചു കഴിഞ്ഞവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ മഗ്നീഷ്യം സപ്ലിമെൻ്റ് ആണെങ്കിലും സിങ്ക്, വിറ്റമിൻ ഡി ഒക്കെ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരുവിധം ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കുന്നുണ്ട്, ഒമേഗ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെറുതെ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണോ? ഇല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് സപ്ലിമെൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതിനകത്ത് വലിയ ഡോസൊന്നുമില്ല. ഇനി ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും ഇതുകൊണ്ട് വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ അതൊരു മെഡിക്കൽ സൈഡിലേക്ക് വരുന്നില്ല. കാരണം ഡോക്ടറൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെത്താൻ വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അഡ്വൈസ് ചെയ്ത് വെച്ചാൽ അതനുസരിച്ച് കഴിക്കാം. പക്ഷേ ഒരു ഡോക്ടർ ഇത് പറയണമെന്നുണ്ടെങ്കിൽ, ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിന് മരുന്നിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു ടാർഗറ്റ് കാണും. നമ്മൾ ഇന്നതിന് വേണ്ടിയാണ് ഈ സപ്ലിമെൻറ്റ് കഴിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പലരും ചോദിക്കും ഇത് രോഗത്തിനെ മാറ്റാൻ വേണ്ടിയാണോ? ഞാൻ പറഞ്ഞല്ല, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ബാലൻസ് കറക്റ്റ് ചെയ്യുമ്പം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അസുഖത്തിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അസുഖങ്ങൾ മാറി നിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലരും വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, വീക്ക്ലി കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഡെഫിഷ്യൻസി ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ വെറുതെ വാങ്ങി കഴിക്കാവുന്ന ഒരു സാധനമാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിനാണ്. അത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ അത് കഴിക്കരുത്. കാരണം അതുകൊണ്ട് ദൂഷ്യഫലങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറക്റ്റ് ജഡ്ജ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇതുപോലെ തന്നെയുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ ഡിയും ഇതുപോലെ തന്നെ കൂടുതലായിട്ട് ആളുകൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ദിവസവും കഴിക്കുന്നവരെയും അറിയാം നമുക്ക്.
വിറ്റമിൻ ജസ്റ്റ് ഒരു വിറ്റമിൻ ആണെന്നും പറഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പോഷകങ്ങളും ഇതെല്ലാം ഇത് ജീൻസിൻ്റെ പ്രവർത്തനത്തെ വരെ ബാധിക്കും. അപ്പോൾ ജീൻസിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെപ്പോലും കറക്റ്റ് ചെയ്യാൻ ഈ പോഷകങ്ങൾക്ക് കഴിവുണ്ട്. അപ്പം അത് പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഞങ്ങൾ തന്നെ കൂടുതൽ ജെനറ്റിക്സും അല്ലെങ്കിൽ ജെനറ്റിക് എക്സ്പ്രഷനും മെറ്റബോളിസവും ബയോകെമിസ്ട്രിയും ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു അസുഖമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പാണ് അവർ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം. ഫുൾ ബോഡി കംപ്ലീറ്റ് എല്ലാ ചെക്കപ്പുകളും എടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഡോക്ടർ ഒരു പർട്ടിക്കുലർ കാര്യം പറയാറുണ്ട്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ മെഡിസിൻസിലേക്ക് പോകാറുള്ളത്. ഫസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ കഴിക്കുന്ന ഒരു ടാമറിൻ ഒരു ജ്യൂസ് കഴിച്ചിരുന്നു. ആക്ച്വലി എന്തായിരുന്നു അത്, എന്തിനു വേണ്ടിയിട്ടാണത്? അതൊരു ബേസിക്കലി ഇപ്പം എന്ത് നമ്മൾ ജ്യൂസ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ചിലപ്പം അത് ചിലപ്പോൾ മുഴുവനായിട്ട് കഴിക്കാൻ വയ്യാത്തൊരു സാധനം ജ്യൂസാക്കി ഉണ്ടാക്കി വെക്കും. ജ്യൂസിനകത്ത് എന്തായിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പല എക്സ്ട്രാക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലതും ഇന്ന് നേച്ചറിലുള്ളത് ഇപ്പോൾ ജ്യൂസായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പല ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് വരും. പക്ഷേ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് അധികം വെക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ മിക്സ് ചെയ്യുന്നു, ആ സമയത്ത് കൊടുക്കുന്നു. അന്നേരം എന്താ ഗുണം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫുഡ് മെറ്റീരിയൽ ഒരുമിച്ച് വരികയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ശരീരത്തിനകത്ത് ഇതിനകത്ത് പ്രവർത്തനം. പക്ഷേ ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ഇത് എങ്ങനെ ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ പോലും അതിൻ്റെ സയൻസ് അറിയണം. അത് മിക്സ് ചെയ്യാവുന്നതേ മിക്സ് ചെയ്യാവും. മിക്സ് ചെയ്ത് വെച്ച് അപ്പം തന്നെ കഴിക്കണം. അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഈ നാച്ചുറൽ കമ്പോണൻസ് ഉണ്ട്. ഈ നാച്ചുറൽ കമ്പോണൻസിന് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. അതിനകത്ത് ഇൻഗ്രീഡിയൻസിനെ പറ്റി അറിയണം. അത് എത്ര കഴിച്ചാൽ അതിന് ഗുണം വരും. പക്ഷേ അതൊരു ഗുളിക കഴിക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെയോ ഇഫക്റ്റ് വരത്തില്ല. കാരണം ഇത്ര ഈ ഫ്രൂട്ടിനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മഗ്നീഷ്യം ടാബ്ലറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു സപ്ലിമെൻറ്റ് വാങ്ങി കഴിക്കുന്നതിലും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഡോക്ടർ തരുന്ന ഒരു ടാബ്ലറ്റിൽ അതിലും കണ്ടൻറ്റ് കൂടുതലുണ്ടാവും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ഒരു ഹൈ എമൗണ്ട് ഓഫ് മഗ്നീഷ്യം ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്തായിരുന്നു അതിൻ്റെ ഒരു അല്ല, ഇത് ഓരോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ പറയുന്ന മിനറൽസും വിറ്റമിൻസും എന്നൊക്കെ പറയുന്നത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളാണ്. ഇതിന് ഒരു ഡോക്ടർ കൊടുക്കുമ്പോൾ പറയും ഇതാണ് ഇന്ന ഡോസിലേ കഴിക്കാവെന്ന് പറയും. പക്ഷേ അങ്ങനല്ല, അതിൻ്റെ അപ്പുറത്ത് പക്ഷേ ആ വ്യക്തിക്ക് എത്ര വേണം എന്നുള്ളത് ആ വ്യക്തിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇപ്പോൾ അലോപ്പതി ചികിത്സയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ലാഭമുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മെഡിക്കൽ സ്റ്റോറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെ തന്നെ ലാബുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പകരം ഒരുവിധം ആർക്കും ഈ പറയുന്ന ന്യൂട്രീഷണൽ തെറാപ്പിയെ പറ്റിയിട്ട് കൂടുതലൊരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് കേരളത്തിൽ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ന്യൂട്രീഷണൽ തെറാപ്പിയുടെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്താണ് ശരിക്കും അതിനകത്ത് ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാരുടെ വിചാരം ആഹാരം കഴിക്കുക, വെറും ഒരു ഡയറ്റ് എടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇരിക്കുക, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ന്യൂട്രീഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് വേറെയാണ്. കാരണം ആഹാരം മരുന്നായിട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. കാരണം ഇന്ന് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ആഹാരം കഴിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാം. ഇന്ന് എല്ലാ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ഇൻജക്ഷൻ രൂപത്തിൽ ഇന്ന് അവൈലബിളാണ്. പക്ഷേ അത് എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ശരീരത്തിൻ്റെ ബാലൻസ് ഇതും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യണം. അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ബയോകെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് പലപ്പോഴും ഇതിൻ്റെ അവയർനെസ് ഇത് വരായിരുന്നത് ഡയറ്റ് എന്ന് പറഞ്ഞ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും ആൾക്കാരുടെ വിചാരം ഇതെന്തൊരു ന്യൂട്രീഷൻ ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോൾ നാട്ടിലെ ആരോട് ചോദിച്ചാലും ആർക്കും ആഹാരം ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ല. എല്ലാവർക്കും ന്യൂട്രീഷനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിവുണ്ട്. അപ്പോൾ ഇതെന്തോ നിസ്സാരമായൊരു കാര്യമാണ് എന്നുള്ള വിചാരം. പക്ഷേ ആ നിസ്സാരമായ കാര്യത്തിൻ്റെ കുറവുകളുകൊണ്ടാണ് ഇന്ന് രോഗം വരുന്നതെന്നുള്ള പലരും മറന്നുപോയി. അപ്പോൾ അത് തിരിച്ച് റീകറക്റ്റ് ചെയ്യുക. പക്ഷേ അതിന് വേണ്ടുന്നുള്ളൊരു പ്രോപ്പർ അവയർനെസ് ഇന്ന് കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കില്ലിംഗ്, കേരള ഗവൺമെൻറ് തന്നെ സ്കില്ലിങ്സ് യൂണിറ്റ് ഉണ്ട്. ഡോക്ടർമാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെയും ചില നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങൾ സ്കില്ല് ചെയ്യാൻ വേണ്ടുന്ന അതിന് നമുക്കിപ്പം പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ന്യൂട്രിജീനോമിക്സ്,
ഡിപ്ലോമ ഇൻ culinary മെഡിസിൻ, അതായത് ഡോക്ടർമാർ എങ്ങനെ അടുക്കളയിൽ കയറി നല്ല ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന, അത് ഇവിടെ മാത്രമല്ല വെളിയിലൊക്കെ അമേരിക്കയിലൊക്കെ ഭയങ്കര പോപ്പുലറാണത് ഡോക്ടർമാരുടെ ഇടയിൽ. പിന്നെ ഇതിൻ്റെ തന്നെ ഇപ്പോൾ ന്യൂട്രീഷണൽ എൻവയോൺമെൻറ്റൽ മെഡിസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, കാരണം ഇന്ന് വിഷാംശങ്ങൾ ഒത്തിരി ഉണ്ട്. എൻവയോൺമെൻറ്റൽ സയൻസ് അറിഞ്ഞേ പറ്റുള്ളൂ, ചുമ്മാ അതിരുന്ന് മരുന്ന് മാത്രം കൊടുത്താൽ പോരാ. അപ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസ് ന്യൂട്രീഷനും തമ്മിൽ ലിങ്ക് ചെയ്യണം. ഇതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളിസവും ജെനറ്റിക്സുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇവിടാണ് മെയിൻലി ഈ പ്രിസിഷൻ ഹെൽത്തും പ്രിസിഷൻ മെഡിസിനും കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ അവയർനെസ് ശരിക്കും ജനങ്ങളിൽ നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എല്ലാം ഫാർമക്കോളജിയും അല്ലെങ്കിൽ സർജറിയും കൊണ്ട് മാത്രം നടക്കില്ല. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ വരണം. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സയൻസും മെഡിസിനും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും, എല്ലാത്തിൻ്റെയും പുറകിൽ അതിൻ്റെ ഒരു സയൻസ് ഉണ്ട്. ഈ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ ശാഖ ശരിക്കും കേരളത്തിലുണ്ടോ ഇതിന്? ഇല്ല, ഒരിടത്തും ഇല്ല. എനിക്കൊന്ന് ഞാനിത് അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തത്. ഓസ്ട്രേലിയയിൽ ഇതിന് വേണ്ടി ഒരു ബോഡിയുണ്ട്, ബോർഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ട്രെയിനിങ് എടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴാണ് ഒഫീഷ്യലായിട്ട് സ്കില്ലിംഗ് അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സിന് ട്രെയിൻ കൊടുക്കാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുക്കുക എന്നും പറഞ്ഞൊരു പെർമിഷൻ തന്നു. ഓക്കെ, നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ ജനങ്ങളുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറേ മെഡിസിൻസ് കിട്ടി ഒരു സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം വരുള്ളൂ കൂടെ നിൽക്കുന്നവർക്കും. പക്ഷെ അതിന് പകരം ഇത്തരത്തിലൊരു തെറാപ്പി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നത് കോട്ടയം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഇവിടെ കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിൽ കാലിക്കട്ടുണ്ട്, പിന്നെ ഉള്ളത് എറണാകുളത്ത് 1-2 ഉണ്ട്, പിന്നെ കോട്ടയത്തുണ്ട്, പിന്നെ കേരളത്തിന് പുറത്തുണ്ട്, ഭുവനേശ്വറിൽ, ബോംബെയിൽ, അവിടെയൊക്കെ ഉണ്ടെങ്കിലും പലയിടത്തും. നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിസിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മുടെ കേസ് തന്നെ പലയിടത്തും ഞങ്ങൾക്ക് സർജറി ചെയ്യേണ്ട കേസ് വരും, അല്ലെങ്കിൽ എമർജൻസി വരും. എമർജൻസി ഒക്കെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പുള്ള പല സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് നമ്മൾ റെഫർ ചെയ്ത്, അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ഡോക്ടേഴ്സിനെ ഇത് കമ്പൈൻ ചെയ്ത് ഡീൽ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു അവയർനെസ് കുറവ് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇവിടെ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അലോപ്പതി മെഡിസിനിലേക്ക് പോകേണ്ടി വരും. മെഡിസിൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ എമർജൻസി വരുമ്പോഴത്തേക്ക് അലോപ്പതി മെഡിസിൻ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾ വരുമ്പോൾ കീമോ വേണ്ടാതെയാണോ നമ്മളിവിടെ ഇതൊരു? അല്ല, ചിലർ കീമോ എടുക്കാൻ തയ്യാറല്ല, അങ്ങനെയുള്ളവരുണ്ട്. ചിലർ കീമോയും ഇതും കൂടെ ഞങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ചില കേസിന് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യും, ഇപ്പോൾ തന്നെ കീമോ എടുത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കണം. അപ്പോൾ എടുത്തെങ്കിൽ മാത്രം. കാരണം ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം. ആയുധമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം. ഒരു സൈഡിൽ ആരോഗ്യം കൊടുക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ട സമയത്താണ് ചിലത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അതാണ് മെയിൻലി ഇൻ്റഗ്രേഷൻ വരുന്നത്. ആ ഇൻ്റഗ്രേറ്റ് ഞങ്ങൾ ഒത്തിരി കേസുകൾ, ധാരാളം കേസുകൾ അങ്ങനെ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. കാരണം ഈ പറയുന്ന സൈഡ് ഇഫക്ട്സ് കുറയും, കോംപ്ലിക്കേഷൻസ് കുറയും, അവരുടെ ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആവും. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഡോക്ടറുടെ ഒരു ഓർമ്മയിൽ എത്ര പേഷ്യൻസിന് ഈ ഒരു അവസ്ഥയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്? എനിക്കൊന്ന് നമ്മുടെ ഇപ്പോൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു 10,000-15,000 പേരെങ്കിലും ഉണ്ട്. ക്യൂർ ആയവരുണ്ട്. ഇത് എപ്പോഴും 10 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിവൈഡിങ് സെല്ലായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് കീമോ കൊടുത്താൽ അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തോണ്ടിരുന്നാലും ഡോക്ടർ പറഞ്ഞ ഏറ്റവും എനിക്ക് വാലിഡ് ആയിട്ട് തോന്നിയൊരു പോയിന്റും അതാണ്. ബാക്കിയുള്ള ശരീരത്തെ ആരോഗ്യമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വലിയ എല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളും മരുന്നുകളുടെ വിഷാംശത്തിനെയും പിന്നെ നമ്മുടെ അസുഖത്തിനെയും ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ഇത് എപ്പോഴുള്ളതിനേക്കാളും കുറച്ചെങ്കിലും ബെറ്ററായിട്ട് ജീവിക്കാൻ ഒരു ചാൻസ് കൊടുക്കുക. അതാണ് മെയിൻലി ഈ പ്രിസിഷൻ ഫങ്ഷണൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, ബാക്കിയുള്ള പ്രമേഹം കാര്യങ്ങളൊക്കെ വരുന്നത്, അതിനും ഇതുപോലെ ഭക്ഷണം കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാവർക്കും വേണ്ടത് ആഹാരമാണ്. എല്ലാ കോശങ്ങൾക്കും ഒരേ സാധനങ്ങൾ വേണം. പക്ഷേ ചിലർക്ക് കൂടുതൽ വേണം, കുറവ് വേണം. ഇതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ ശരീരം എക്സ്പ്രസ് ചെയ്യും. പുറത്തേക്ക് വരുന്ന ഭാഷയാണ് രോഗം. അത് ഹാർട്ട് അറ്റാക്ക് ആയാലും ക്യാൻസർ ആയാലും ചിലപ്പോൾ വെറും തുമ്മലും അലർജി ആണെങ്കിൽ പോലും ഓരോരുത്തരുടെ ശരീരത്ത് ഓരോ രീതിയിൽ പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന രീതിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അകത്തുള്ളതെല്ലാം സെയിം പ്രോബ്ലംസാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് രോഗം വന്നു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ മെറ്റബോളിക് ബാലൻസിങ്, ഫങ്ഷണൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്.
ഉറപ്പായിട്ടും ഇതിപ്പോൾ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനിത് ഡോക്ടറെ അടുത്തിരിക്കുമ്പോൾ ഡോക്ടർ എനിക്ക് ശരിക്കും ദൈവമാണ്. ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയാമോ എനിക്കറിയില്ല. ഞാനിവിടെ യൂട്രസിൽ ചെറിയൊരു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാനിവിടെ വരുമ്പോൾ യാതൊരു നമ്മളെടുക്കുന്ന ഇൻ്റർവ്യൂസ് ആണെങ്കിൽ പോലും എനിക്ക് അത്ര ഇങ്ങോട്ട് ഞാൻ BAMS കഴിഞ്ഞ ആളാണ്. പക്ഷേ എനിക്ക് നല്ല ടെൻഷനിൽ വന്ന ഒരാളാണ്. പക്ഷേ കറക്റ്റ് ഡോക്ടർ പറഞ്ഞൊരു 1 ഇയറിൽ ഇവിടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഞാനൊരു രോഗിയാണെന്നുള്ളൊരു ഫീൽ ഇവിടെ ഞാൻ വന്നിട്ടില്ല. നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ ഡോക്ടർ ഇതുപോലെ വിളിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് സത്യത്തിൽ. അപ്പോഴൊക്കെ ഡോക്ടർ പറയുന്ന കുറച്ച് വാക്കുകളിൽ തന്നെ ഞാൻ ക്യൂറാണ്. കറക്റ്റ് 1 ഇയർ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവായിരുന്നു എനിക്ക്. അപ്പം ഞാനത് നേരിട്ട് അറിയുമ്പോഴാണ് മീൻസ് എനിക്കത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പോലും അറിയില്ല. അത്രയും ഉറപ്പായിട്ടും ഈ ഒരു മെഡിസിൻ ശാഖ ശരിക്കും ഒരു ബ്രാഞ്ചായിട്ട് ഇവിടെ വന്നേ പറ്റൂ എന്ന് മാക്സിമം അത്ര ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഒരുപാട് പേര്. കാരണം ഇത് എനിക്കത് ഗവൺമെൻറ് തലത്തിലും അറിയാം. കാരണം ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു 2 ലക്ഷം ആൾക്കാരിലേക്ക് ഇതിൻ്റെ പ്രയോജനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ചെയ്ത മെയിൻലി അവയർനെസ്സും ഒരു ക്യാമ്പുകളും അങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ട് അന്നത്തെ എനിക്കൊന്ന് മരിച്ചുപോയ എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വന്നിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. പിന്നെ ഇപ്പം പ്രൈം മിനിസ്റ്റർ മോഡിയുടെ മോഡൽ വില്ലേജ് എന്ന് പറഞ്ഞ കോട്ടുവള്ളി എടുത്തിട്ട് KV തോമസ് MP ആയിരുന്നപ്പോൾ ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെ ഞങ്ങൾ ഇതിനകത്തൂടെ കൊണ്ടുവന്നു. പിന്നൊരു കുമ്പളം എക്സ്പെരിമെൻ്റ് ഓൺ ഹെൽത്ത് എന്ന് പറഞ്ഞ് അതും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു ഇതായിരുന്നു. അത് കുമ്പളം പഞ്ചായത്തിൻ്റെ കംപ്ലീറ്റ് ആൾക്കാരെ അവിടെ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇതൊരു മാസീവ് ലെവലിലേക്ക് പോയെങ്കിൽ മാത്രമേ ജനങ്ങളിലെത്തൂ. പക്ഷേ ഉറപ്പായിട്ടും ഇത് ബിസിനസ് താല്പര്യങ്ങൾ കണ്ടിട്ടാണോ എന്തിനാണോ ബാക്കിയുള്ളവർ ഈ ഒരു ബ്രാഞ്ചിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ജനങ്ങൾക്ക് വേണം ഈ ഒരു ബ്രാഞ്ച്. ഉറപ്പായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡേ ബൈ ഡേ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ ഫീൽഡ് അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ബ്രാഞ്ച് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സ്റ്റഡി ബ്രാഞ്ചായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് അത്രയും ആഗ്രഹത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്, അത് സംശയമൊന്നുമില്ല. ആർക്കാ വേണ്ടാത്തതെന്ന് ചോദിച്ചാൽ ആരോഗ്യം ആർക്കാ വേണ്ടാത്തത്? അപ്പം ആരോഗ്യം എല്ലാവർക്കും വേണം. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു അവയർനെസ്സും അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷനും അതിന് വേണ്ടുന്ന റിസർച്ചും. കാരണം ഞാനിത് തുടങ്ങി 10-20 വർഷമായെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, റിസർച്ച് തുടങ്ങി, അതിൻ്റെ സർവീസസ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊന്ന് കേരള ഗവൺമെൻറ് തന്നെ 1-2 മെയിൻ ഘടകങ്ങൾ റിസർച്ച് വിങ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പല മെഡിക്കൽ കോളേജും നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, അങ്ങനെ പിന്നെ കേരളത്തിന് പുറത്തുള്ള PST കോളേജ്, ഇവരെല്ലാം നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് പല റിസർച്ച് ആക്ടിവിറ്റീസിലും. അപ്പോൾ ഇത് എല്ലാവർക്കും വേണമെന്നറിയാം. പക്ഷേ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴും പലർക്കും വേണ്ടുന്നതിൻ്റെ സയൻസ് എന്ത് റിസർച്ച് എന്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രം പോരല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മാസിവാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒപ്പം നിന്നെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വരുള്ളൂ. ഉറപ്പായിട്ടും ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഹൂയിസ് ഡോക്ടർ ശ്രീകുമാർ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഞാൻ ദൈവം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ലൈഫിൽ മജീഷ്യൻ കൂടി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ ഒരു ബ്രാഞ്ച് എന്താണെന്ന് പഠിക്കാനെങ്കിലും ഡോക്ടർ ആദ്യം പറഞ്ഞതുപോലെ ട്രസ്റ്റാണ് ആദ്യം വേണ്ടത് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് താങ്ക് യു.